സാർ, അമേരിക്കയുടെ സന്തത സഹചാരി എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന രാജ്യം എന്നാണ് ബ്രിട്ടനെ നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ട്രംപിൻ്റെ കാലത്തേക്ക് വരുമ്പോൾ അമേരിക്കയുടെ ഒപ്പമല്ല ബ്രിട്ടൻ എന്ന് നമുക്ക് തോന്നും. അപ്പം ഇറാനുമായിട്ടൊരു സംഘർഷ സമാനമായ സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അമേരിക്ക പല താവളങ്ങളും ഒന്ന് റെഡിയാക്കി വെക്കാനുള്ള നീക്കം നടത്തും. അങ്ങനെ യു കെയുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവർ അതിനോട് അനുകൂലമായി പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല, പറ്റില്ല എന്ന് തീർത്തു പറയുകയും ചെയ്തു. എന്താണ് അതിൻ്റെ ഉള്ളടക്കം? അതായത് ഇന്ത്യ സമുദ്രത്തിൽ ഡിഗോ ഗാർഷ്യ, അതായത് അത് കൊടുക്കില്ല എന്നാണ് മൗറീഷ്യസ്. ശരിക്കും ഈ മൗറീഷ്യസുമായി ബന്ധപ്പെട്ടതാണ് ഡിഗോ ഗാർഷ്യ ദ്വീപ്. പക്ഷെ അത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത താവളം ഉള്ള സ്ഥലമാണ് ഡിഗോ ഗാർഷ്യ. കൂടുതലും അവിടെ സേന ഉള്ളത്, ഭടന്മാരുള്ളത് അമേരിക്കയുടെയാണ്. അമേരിക്കയുടെ വിമാനങ്ങളൊക്കെയാണ് ഡിഗോ ഗാർഷ്യ. ചാഗോസ് ഐലൻഡ് 55 ദ്വീപുകളുണ്ട്. ചാഗോസ് ദ്വീപ ശ്രേണിയിൽപ്പെട്ടതാണ് ഡിഗോ ഗാർഷ്യ. അപ്പൊ ഡിഗോ ഗാർഷ്യ താവളം അനിവാര്യമാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ആക്രമിക്കാൻ. അപ്പൊ ആ താവളം ഇറാനെ ആക്രമിക്കുമ്പോൾ ഉപയോഗിച്ചോട്ടെ എന്ന് ട്രംപ് ചോദിച്ചപ്പോൾ പറ്റില്ല എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ കൊടുത്തിരിക്കുന്ന മറുപടി. അപ്പോൾ ഈ ഫെബ്രുവരി 18 സംസാരിക്കുമ്പോഴും മാധ്യമപ്രവർത്തകരോട് ട്രംപ് പറഞ്ഞിരുന്നു ഡിഗോ ഗാർഷ്യ ഈ ആക്രമണത്തിന് വേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഗ്രീൻലൻഡ് പ്രശ്നമുണ്ടല്ലോ, ഗ്രീൻലൻഡ് വേണം, ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ട്രംപ്. പക്ഷെ ഗ്രീൻലൻഡ് പ്രശ്നത്തിൽ ഡെൻമാർക്കിന്റെ കൂടെയാണല്ലോ ബ്രിട്ടൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ട്രംപ് വിരുദ്ധ ഗ്രൂപ്പാണ് നിലപാടിലാണ് ബ്രിട്ടൻ ആ കാര്യത്തിലും. അപ്പൊ തുടർച്ചയായുള്ള പിന്നെ ഈ യുക്രൈൻ പ്രശ്നത്തിൽ സെലൻസ്കിയുടെ കൂടെയാണല്ലോ നിലയുറപ്പിച്ചിരിക്കുന്നത്. ട്രംപ് പുട്ടിന്റെ കൂടെയാണെന്നുള്ള തോന്നൽ ഉള്ളത് കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ, പൊതുവെ നാറ്റോ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ നാറ്റോയിലുള്ളവര് സെലൻസ്കിയുടെ കൂടെയാണ്. അപ്പോ ഇപ്പോ ഇറാൻ UN ഈ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഈ ഡിഗോ ഗാർഷ്യ ആക്രമണത്തിന് വേണ്ടിവരും എന്ന് ഫെബ്രുവരി 18 പറഞ്ഞപ്പോൾ തന്നെ ഐക്യരാഷ്ട്രസഭയെ പ്രതിഷേധം അറിയിച്ചു. ഇറാൻ ഇങ്ങനെ ഉപയോഗിക്കുന്നത് ശരിയല്ല, ഡിഗോ ഗാർഷ്യ ഉപയോഗിക്കുന്നത് ശരിയല്ല, ഐക്യരാഷ്ട്രസഭ ഇടപെടണം എന്ന് പറഞ്ഞു. അത് ശരിക്കും ബ്രിട്ടീഷ് ടെറിട്ടറി ആണ് ഡിഗോ ഗാർഷ്യ. പക്ഷെ കഴിഞ്ഞ കൊല്ലം ഒരു കരാർ ഒപ്പുവെച്ചു ഇവര് മൗറീഷ്യസുമായിട്ട്. മൗറീഷ്യസിന് അത് വിട്ടുകൊടുക്കും, എന്നിട്ട് 99 വർഷത്തേക്ക് മൗറീഷ്യസിൽ നിന്ന് പാട്ടത്തിനെടുക്കും. അപ്പോഴും അത് ബ്രിട്ടന്റെയും അമേരിക്കയുടെയും കയ്യിലിരിക്കും വിട്ടുകൊടുത്ത ശേഷം. പക്ഷെ ഗുണം എന്താണ്? പാട്ടത്തുക കിട്ടും 1 വർഷം. അങ്ങനെയാണ് നിൽക്കുന്നത്. മൗറീഷ്യസിൽ നിന്ന് പാട്ടത്തിന് എടുക്കുന്ന നിലയിലാണ്. കരാർ ഒപ്പുവെക്കാൻ പോകുന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പ്രതിനിധി സഭ അത് അംഗീകരിക്കാനുണ്ട്, ഇനി റാറ്റിഫൈ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ്. ഇപ്പോൾ മൗറീഷ്യസിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പാട്ടത്തിൽ തുടരുകയും ചെയ്യും. 2025 മെയ് 2 ആ തീരുമാനമായത്. മൗറീഷ്യസിന് വിട്ടുകൊടുക്കാനുള്ള തീരുമാനവും പാട്ടത്തിനെടുക്കാനുള്ള തീരുമാനവുമായത്. ആ സമയത്ത് അമേരിക്ക അതിനെ സ്വാഗതം ചെയ്തിരുന്നു, ആ തീരുമാനത്തെ. എന്നിട്ട് അടുത്ത കാലത്ത് ട്രംപ് പറഞ്ഞു ബ്രിട്ടൻ ഇങ്ങനെ ഡിഗോ ഗാർഷ്യ മൗറീഷ്യസിന് വിട്ടുകൊടുക്കാനുള്ള തീരുമാനം ബ്രിട്ടൻ എടുത്തത് മണ്ടത്തരമായി പോയി, സ്റ്റാമർ ചെയ്തത് വിഡ്ഢിത്തമാണ് എന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ അത് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ മോണിമെന്റൽ അച്ചീവ്മെന്റ് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഉഗ്രൻ അപാരമായ നേട്ടമാണതെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ജനുവരി 20 ആയപ്പോൾ ട്രംപ് പ്ലേറ്റ് മാറ്റി. അപ്പോൾ ഇനി വീണ്ടും ഇത് സംസാരിക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയാണ്. 1965 ഇത് പാട്ടത്തിന് കൊടുക്കുന്നത് ശരിക്കും.
അമേരിക്കയ്ക്ക് പാട്ടത്തിന് കൊടുക്കുന്നത് ഇന്ത്യ സമുദ്രത്തിലാണ്. കാരണം ഇത് സീഷെൽസിന്റെ ഭാഗമായിരുന്നു മൗറീഷ്യസ് ഉണ്ടാകുന്നത് വരെ. അപ്പോൾ 1960കളിൽ സംയുക്ത താവള ചർച്ച അമേരിക്കയും ബ്രിട്ടനും തമ്മിൽ ഉണ്ടായി. 1966 അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടായി. ബ്രിട്ടൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഗോ ഗാർഷ്യയില് കുറെ പേര് താമസിക്കുന്നുണ്ടല്ലോ നാട്ടുകാര്, അവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു. 1968 മുതൽ 1973 വരെ അവിടെ തദ്ദേശവാസികളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു താവളമാക്കാൻ വേണ്ടി. 1968 മൗറീഷ്യസ് സ്വതന്ത്രമാകുന്നത്. അപ്പോൾ അതിനു മുമ്പ് സീഷെൽസിന്റെ ഭാഗമായിരുന്നു. മൗറീഷ്യസ് സ്വതന്ത്രമായപ്പോൾ മൗറീഷ്യസ് അവകാശപ്പെട്ടു ഡിഗോ ഗാർഷ്യ ഞങ്ങളുടേതാണ് എന്ന് അവകാശപ്പെട്ടു. രാജ്യാന്തര കോടതിയിൽ കേസിന് പോയി. രാജ്യാന്തര കോടതി മൗറീഷ്യസിന് അനുകൂലമായിട്ട് വിധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടൻ മൗറീഷ്യസിന് വിട്ടുകൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിലെത്തിയത്. രാജ്യാന്തര കോടതി വിധിയെ മാനിക്കണം. അതുകൊണ്ട് അപ്പൊ 2019 ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, രാജ്യാന്തര കോടതി ഡിഗോ ഗാർഷ്യ മൗറീഷ്യസിൻ്റെതാണ് എന്ന് വിധിക്കുന്നത്. എന്നിട്ട് ഐക്യരാഷ്ട്രസഭ അടുത്ത കാലത്ത് പറഞ്ഞു, അന്ന് തന്നെ പറഞ്ഞു 6 മാസത്തിനകം അത് മൗറീഷ്യസിന് വിട്ടുകൊടുക്കണമെന്ന്. പക്ഷെ 6 മാസത്തിനകം വിട്ടുകൊടുത്തില്ല, 6 കൊല്ലം എടുത്തു അതിന്. 2025 മെയ്യിലാണ് അതിന്റെ അവസാന കരാറുകളായത്. 99 വർഷത്തെ പാട്ടത്തിന് ഡിഗോ ഗാർഷ്യ മൗറീഷ്യസിൽ നിന്ന് ബ്രിട്ടൻ എടുക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അമേരിക്കയ്ക്ക് സേനയ്ക്ക് കൊടുക്കുന്നു. 99 വർഷം കഴിഞ്ഞ് പിന്നെയും ഇത് 40 വർഷം നീട്ടാം എന്ന് കരാറിൽ വ്യവസ്ഥയുണ്ട്. ഇതിന് ഒരു വർഷം $136 മില്യൺ ആണ് പാട്ടത്തുക കൊടുക്കുന്നത്. അപ്പോൾ ആകെ യൂറോ 3.4 ബില്യൺ വരും ഈ കരാർ തുക. ഇനി ഇത് ഹൗസ് ഓഫ് കോമൺസില് ആ തീരുമാനത്തിന് അംഗീകാരം വേണം. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അത് മൗറീഷ്യസിന് സ്വന്തം. മൗറീഷ്യസിൽ നിന്ന് ബ്രിട്ടൻ പാട്ടത്തിനെടുക്കുന്നു, പാട്ടത്തുക കൊടുക്കുന്നു, അമേരിക്കൻ സേന അവിടെ ഉണ്ടാവും. പക്ഷേ അത് താവളമായിട്ട് ഇറാനെതിരെ താവളമായിട്ട് ഉപയോഗിക്കാനായിട്ട് ബ്രിട്ടന്റെ അനുവാദം വേണം. അത് ചോദിക്കുമ്പോൾ ഇപ്പൊ ബ്രിട്ടൻ കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു കാലത്ത് ബ്രിട്ടൻ എന്ന് പറയുന്നത് അമേരിക്ക പറയുന്നത് എന്തും കേൾക്കുന്ന, അമേരിക്കയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരു രാജ്യമായിരുന്നു. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്നു ബ്രിട്ടൻ. നമ്മൾ പഠിച്ചിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട്. പക്ഷേ കാലം കഴിഞ്ഞതോടുകൂടി ബ്രിട്ടൻ്റെ നിയന്ത്രണം ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലേക്ക് വരികയും ചെയ്തു. ഈ ബ്രിട്ടൻ അമേരിക്കയെ പൂർണ്ണമായിട്ടും പിന്താങ്ങുന്ന നിലപാടിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അതായത് അമേരിക്ക യൂറോപ്പിൽ നിന്ന് ഏതാണ്ട് ഒറ്റപ്പെടുന്നതിന്റെ ഭാഗമാണോ ഈ ഒരു? അതായത് സാധാരണഗതിയിൽ അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് ചുമതലയേറ്റാൽ ആദ്യം സന്ദർശിക്കുന്നത് ബ്രിട്ടനിലേക്കാണ് എന്ന് പറഞ്ഞൊരു കീഴ്വഴക്കം ഉണ്ടായിരുന്നു. അത് ലംഘിച്ചയാളാണ് ട്രംപ്. അദ്ദേഹം പോയത് ആദ്യം സൗദിയിലേക്ക്. അപ്പോ അങ്ങനെ തന്നെ ആ നീരസമൊക്കെ പ്രകടമായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല JD വാൻസ് പറഞ്ഞല്ലോ, യൂറോപ്പിലെ ആദ്യമായിട്ട് ഇസ്ലാമിക രാഷ്ട്രമാവുന്നത് ബ്രിട്ടൻ ആയിരിക്കും എന്ന് JD വാൻസ് പറഞ്ഞില്ലേ. മറ്റേ അവിടുത്തെ വലിയ വ്യവസായികളും എലൻ മസ്കിനെ പോലുള്ള ആളുകളും ഒക്കെ അതിനോട് യോജിക്കുന്ന ആളുകളാണ്. യൂറോപ്പിൽ ഒരു ഭൂതമുണ്ടായിരിക്കുന്നു, മറ്റേ കമ്മ്യൂണിസം എന്നല്ലേ മാനിഫെസ്റ്റോ തുടങ്ങുന്നത്. എ സ്പെക്ടർ ഈസ് ഹോണ്ടിങ് ദ യൂറോപ്പ്, ദ സ്പെക്ടർ ഓഫ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞല്ലേ തുടങ്ങുന്നത് മാനിഫെസ്റ്റോ. ഒരു ഭൂതം ആവേശിച്ചിരിക്കുന്നു. പക്ഷെ ഇസ്ലാമിക ഭൂതം ആണ് യൂറോപ്പിനെ ഇപ്പോ ആവേശിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. സ്റ്റാമറൊക്കെ അതിന്റെ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ ഒരു താവളത്തില് ഗൾഫിലേക്കുള്ള അമേരിക്കയുടെ വിമാനം ഇടയ്ക്ക് ബ്രിട്ടന്റെ താവളത്തിലെത്തി എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത്രയൊക്കെ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അനിവാര്യമായ ഒരു സംഭവം അതിന്റെ കൂടെ സ്റ്റാമർ നിൽക്കുന്നില്ല. എന്തുകൊണ്ട്? അത് ആഭ്യന്തര പ്രശ്നമാണ്, സിനിജി പറഞ്ഞ പോലെ. കാരണം ബ്രിട്ടന്റെ താവളം ബ്രിട്ടൻ ഇറാനെ, ഒരു ഷിയ രാജ്യത്തിനെ, ഇസ്ലാമിക രാജ്യത്തിനെ ആക്രമിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ബ്രിട്ടനിലെ മുസ്ലിങ്ങളുടെ ഒരു തിരിച്ചടിയെ സ്റ്റാമർ ഭയക്കുന്നു. അത് ഭരണകൂടം പേടിക്കുന്നു എന്ന് പറയാം. അതെ, ഇസ്ലാമിനെ പേടിക്കുന്നു ബ്രിട്ടൻ. അതാണ് ഇപ്പോഴത്തെ ഒരു കീറാമുട്ടിയായിട്ട് അമേരിക്കയുടെ മുമ്പിൽ നിൽക്കുന്നത്.
ചുരുക്കം പറഞ്ഞാൽ അമേരിക്ക ഇറാനെ ആക്രമിക്കണമെങ്കിൽ അല്ലെ ആക്രമിക്കാനുള്ള നീക്കം നടത്തുമ്പോൾ ഇസ്ലാമിസ്റ്റുകളുടെ നിലപാടുകൾക്കനുസരിച്ച് വേണം അവർക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കാനെന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നില്ലേ? അതായത് ഈ മൊല്ലാക്കിയോട് ചോദിച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അവസ്ഥയിലാണ് ബ്രിട്ടൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.